കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവർണർ SFI സംഘർഷത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ഗവർണർക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ കേന്ദ്ര സർക്കാരിനും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ ഗവർണറുടെ ബ്ലഡി കണ്ണൂർ പരാമർശം വിവാദമായിരുന്നു. ഗവർണറുടെ ബ്ലഡി കണ്ണൂർ പരാമർശത്തിനെതിരെ കണ്ണൂരിലെ ചരിത്ര സംഭവങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. നവകേരള വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി ഗവർണറെ കണ്ണൂരിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഏതു തരത്തിലുള്ള ജൽപ്പനവും നടത്താൻ താൻ തയ്യാറാണ് എന്ന മട്ടിലാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. കൂട്ടത്തിൽ അദ്ദേഹം ഒരുപാട് പരാമർശങ്ങൾ നടത്തുമ്പോൾ ബ്ലഡി കണ്ണൂർ എന്നൊരു പരാമർശം നടത്തുകയുണ്ടായി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി വിവിധ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഒരു നാടിനെ, ആ നാട് എന്താണെന്ന് അറിയാത്ത അദ്ദേഹത്തിന് കേരളം എന്താണെന്ന് അറിയാമോ, കണ്ണൂർ എന്താണെന്ന് അറിയാമോ, അദ്ദേഹത്തിന് എങ്ങനെയാണ് അത്തരമൊരു പരാമർശം നടത്താൻ കഴിഞ്ഞത്? ബ്ലഡി കണ്ണൂര് ആ പരാമർശം നടത്തുമ്പോൾ കണ്ണൂരിനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കണമല്ലോ. ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരകാലം, അതിൻ്റെ തുടക്കം നമ്മുടെ നാട് തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. പഴശ്ശി വീരകേരളവർമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ, അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമായിരുന്നു. ഈ പഴശ്ശിയും കേരളവർമ്മയും ഒക്കെ എവിടുത്തുകാരനാണ് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് അദ്ദേഹം പറഞ്ഞ ബ്ലഡി കണ്ണൂരിൻ്റെ സന്തതിയായിരുന്നു. വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതൊക്കെ വിവേകമുള്ളവർക്ക് മാത്രം ബാധകമായിട്ടുള്ളതാണ്, തനിക്ക് ബാധകമല്ല എന്ന് ഓരോ സന്ദർഭത്തിലും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കടുത്ത ഒരു യുദ്ധത്തിലേക്ക് 1792 മുതൽ 1806 വരെയുള്ള യുദ്ധത്തിലേക്ക് നയിച്ച പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തതും പല ഭാഗങ്ങളിൽ അന്ന് പോരാട്ടം നടന്നതുമെല്ലാം ഇന്നും കേരളം ഓർക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, അതിൻ്റെ ഭാഗമായി 1885 നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത്. അതിൻ്റെ മലബാർ ഡിസ്ട്രിക്ട് കമ്മിറ്റി 1908 സ്ഥാപിതമായി. ഡോക്ടർ ആനി ബസന്റ് സ്ഥാപിച്ച ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ കൃഷ്ണമേനോന്റെ നേതൃത്വത്തിൽ, ഇദ്ദേഹം പറഞ്ഞ കൃഷ്ണമേനോനെ ആരാണെന്ന് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണോ? കൃഷ്ണമേനോന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ആ തലശ്ശേരിയും കണ്ണൂരിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞ ബ്ലഡി കണ്ണൂരിലാണ് എന്ന് അദ്ദേഹത്തിന് അറിയുമെന്നറിയില്ല. ഇതോടൊപ്പം കണ്ണൂരിൽ നടന്ന ധീരോദാത്തമായ കർഷക സമരങ്ങൾ, തൊഴിലാളി സമരങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവസരവാദിക്ക് അറിയാവുന്നത്? ഇത് കണ്ണൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തിന് മാത്രമല്ല, രാജ്യത്തിനും ലോകത്തിനും ആവേശം പകർന്ന നിരവധി പോരാട്ടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ലോകം ശ്രദ്ധിച്ചതാണ് കയ്യൂർ സമരസഖാക്കൾ. ആരിഫ് മുഹമ്മദ് ഖാന് അത് അറിയുമെന്നറിയില്ല. 1928 ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം, അതിനുശേഷം കെ കേളപ്പൻ്റെയും പി കൃഷ്ണപിള്ളയുടെയും നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം, ഇതെല്ലാം പയ്യന്നൂരിൽ, അത് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ ബ്ലഡി കണ്ണൂരിലാണ്. അത് മനസ്സിലാക്കണം ഒരു നാടിനെ ആക്ഷേപിക്കാൻ പുറപ്പെടുമ്പോൾ. എന്നാൽ SFIക്കാരുടെ കറുത്ത ബാനറിനു പിന്നിൽ മുഖ്യമന്ത്രി ആണെന്ന് ഗവർണർ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ SFI അങ്ങനെ ചെയ്യില്ല എന്നാണ് ഗവർണറുടെ വാദം. എന്തായാലും ഗവർണറുടെ ഈ ബ്ലഡി കണ്ണൂർ പരാമർശത്തിൽ വ്യാപകമായ പ്രതിഷേധത്തിനാണ് കണ്ണൂരിൽ CPM തയ്യാറെടുക്കുന്നത്. സ്വയംഭരണ സ്ഥാപനങ്ങൾ വരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നതാണ്. മണ്ഡലം തോറും CPMന്റെ പ്രതിഷേധം നടത്തും. കണ്ണൂരിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്താൻ CPM വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുക.